കണ്ണൂരിൽ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ കെ സുധാകരന് സീറ്റില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ഹൈക്കമാൻഡ്. ടി.ഒ. മോഹനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനം. കോൺഗ്രസ് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഇന്നിറങ്ങും. വിശദാംശങ്ങളുമായി മനോജ് മെയിൽ ചേരുന്നു. മനോജ്, കെ സുധാകരന് സീറ്റില്ലെന്ന് ഹൈക്കമാൻഡ് ഉറപ്പിച്ചിരിക്കുന്നു. ടി.ഒ. മോഹനനാണ് കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകുക. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കെ സുധാകരൻ്റെ അടുത്ത നിലപാട് അല്ലെങ്കിൽ നടപടി എന്തായിരിക്കും? ഷിനീത്, അതിസങ്കീർണമായ ഒരു പ്രശ്നത്തിന് ഉത്തരം കാണുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഇന്നലെ രാത്രി കോൺഗ്രസിൽ ഉണ്ടായിരുന്നത്. അതിന് ഒരു ഉത്തരം എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ അഡ്വക്കേറ്റ് ടി.ഒ. മോഹന്റെ പേരാണ്. കണ്ണൂരിൽ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ, കണ്ണൂർ കോർപ്പറേഷന്റെ മുൻ മേയർ ടി.ഒ. മോഹൻ സ്ഥാനാർത്ഥിയാകും എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഏതാണ്ട് 10 മണിയോടുകൂടി സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കും, കോൺഗ്രസ് നേതൃത്വം പുറത്തിറക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കെ സുധാകരന് സീറ്റില്ല എന്ന കാര്യം ഏതാണ്ട് നേതാക്കളെല്ലാം ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇക്കാര്യം കെ സുധാകരനെ അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കെ സുധാകരൻ ഇന്ന് ഡൽഹിയിൽ നിന്നും കണ്ണൂരിലേക്ക് മടങ്ങും എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ നിലപാടാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ടി.ഒ. മോഹന്റെ പേരാണ് ആദ്യം മുതൽ തന്നെ ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ മുന്നിൽ ഒന്നാം പേരുകാരനായി ഉണ്ടായിരുന്നത്. ടി.ഒ. മോഹനെ സ്ഥാനാർത്ഥിയാക്കുക എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഗ്രൂപ്പിന്റെ ഒരു എതിർപ്പ് ഉണ്ടായിരുന്നില്ല. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായ കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും കണ്ണൂരിൽ ടി.ഒ. മോഹനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇതിനെ എതിർക്കുന്ന രീതിയിൽ ഒരു സമീപനം വന്നത് കെ സുധാകരന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. പക്ഷേ അന്തിമമായ ഒരു ചർച്ചയിലേക്ക് വന്നപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി ഒരു നിലപാട് എടുത്തപ്പോൾ അത് എം.പിമാർ മത്സരിക്കേണ്ടതില്ല എന്ന കടുത്ത തീരുമാനം, അല്ലെങ്കിൽ അതൊരു അന്തിമ തീരുമാനമായി AICC എത്തുകയും എം.പിമാർ മത്സരിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. ആ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിന് അനുകൂലമായി, UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഒരു സീറ്റ്, ഒരു പാർലമെന്റ് സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകരുത് എന്ന കർശനമായ ഒരു നിർദ്ദേശം ഹൈക്കമാൻഡ്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ സ്വീകരിക്കുന്ന ഒരു നിലപാട് ആണ് ഉണ്ടായത്. അങ്ങനെയാണ് കെ സുധാകരന്റെ സാധ്യതകളെല്ലാം അടയുന്നത്. അവിടെയാണ് മറ്റാര് എന്നുള്ള ഒരു ചർച്ച വന്നത്. അപ്പോൾ കണ്ണൂരിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ 2 തവണ നഷ്ടപ്പെട്ട സീറ്റാണ്. ഏതെങ്കിലും സാമുദായിക പരിഗണന വെച്ച് മാത്രം ഒരു കണ്ണൂരിന്റെ ഒരു സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് പിന്നീട് ഹൈക്കമാൻഡ് എത്തി. അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 2 തവണത്തെയും പരാജയം വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത്. സാമുദായിക പരിഗണനയൊക്കെ വെച്ച് സ്ഥാനാർത്ഥിയാക്കിയിട്ടും കഴിഞ്ഞ 2 തവണ പരാജയപ്പെട്ട ഒരു കാര്യം കൂടി കോൺഗ്രസ് നേതൃത്വം വളരെ ഗൗരവമായി ചർച്ച ചെയ്തു. അങ്ങനെയാണ് മറ്റൊരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ, അതായത് കണ്ണൂരുമായി ഏറ്റവും അടുപ്പമുള്ള, കണ്ണൂരിന്റെ പ്രവർത്തന മേഖലയിൽ ആകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കൂടിയാണ് അഡ്വക്കേറ്റ് ടി.ഒ. മോഹന്റെ പേര് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ മുമ്പാകെ അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ആ പേരിന് ഒരു എതിർപ്പുമില്ലാതെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം. അവിടെയാണ് താൻ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, അത് കണ്ണൂരിൽ നിന്നായിരിക്കും എന്ന ഒരു കർശനമായ നിലപാട് കെ സുധാകരൻ എടുത്തത്. ഒരു തരത്തിലും താൻ പിന്മാറില്ല എന്ന നിലപാട് കെ സുധാകരൻ എടുത്തു. അങ്ങനെ ആ ചർച്ച നീണ്ടുപോയതാണ് കണ്ണൂരിന്റെ കാര്യത്തിൽ ഉണ്ടായത്. ആ കണ്ണൂരിന്റെ കാര്യത്തിൽ ഉണ്ടായ അനിശ്ചിതത്വം തന്നെയാണ് മറ്റ് സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായി പുറത്തിറക്കാൻ കഴിയാത്ത നിലയിലേക്ക് കോൺഗ്രസ് എത്തുകയും ചെയ്തത്. ഷിനിത്ത്, മനോജ്, ടി.ഒ. മോഹനന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് സുധാകരന്റെ നിലപാട് എന്താണ്? സുധാകരന്റെ നോമിനികളായിട്ട് 3 പേരുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ ടി.ഒ. മോഹന്റെ പേരുണ്ടായിരുന്നില്ല. കെ സുധാകരൻ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അദ്ദേഹം ഇന്നലെ പാർട്ടി ടിക്കറ്റ് നൽകിയില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കും എന്നുള്ള ഒരു കടുത്ത നിലപാടൊക്കെ എടുത്തിരുന്നു. പക്ഷെ ആ രീതിയിലേക്ക് കെ സുധാകരൻ പോകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയമുണ്ട്. കാരണം സ്വതന്ത്രനായി മത്സരിക്കുക എന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്നതിന് കാരണമാകും. അദ്ദേഹം ഇപ്പോൾ MP ആണ്. അപ്പോൾ MP സ്ഥാനം രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് കെ സുധാകരൻ പോകാൻ സാധ്യതയില്ല. പക്ഷെ അദ്ദേഹം എടുക്കാൻ പോകുന്ന മറ്റൊരു
മറ്റൊരു കാര്യം, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയുടെ ക്ഷണിതാവ് കൂടിയാണ് കെ സുധാകരൻ. ആ സ്ഥാനം കെ സുധാകരൻ രാജിവെക്കാൻ സാധ്യതയുണ്ട്. ഈ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗത്വം രാജിവെക്കുക എന്ന ഒരു തീരുമാനം, അതായത് അതൃപ്തി എന്തായാലും കെ സുധാകരൻ പ്രകടിപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം കെ സുധാകരൻ തന്നെ നേരിട്ട് നമ്മളോടൊക്കെ പറഞ്ഞതാണ് 110% ഉറപ്പ് കണ്ണൂരിൽ മത്സരിക്കും എന്ന കാര്യം നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞ കാര്യമാണ്, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ കണ്ണൂരിൽ മത്സരിക്കുക എന്നത് കെ സുധാകരന്റെ ഒരു ആഗ്രഹം മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം തന്നെയായിരുന്നു ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത കണ്ണൂരിന്റെ അവസാന വാക്ക്, കണ്ണൂരിന്റെ എല്ലാം താൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ള രീതിയിൽ നിന്നിരുന്ന സ്ഥലത്ത് നിന്നാണ് കെ സുധാകരനെ പാടെ വെട്ടുന്ന രീതിയിലുള്ള ഒരു തീരുമാനം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇത്തരം ഒരു വ്യക്തിയിലല്ല പാർട്ടി, ഒരു വ്യക്തിക്കപ്പുറം പാർട്ടിക്ക് ഒരു സംവിധാനമുണ്ട്, ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിന് അപ്പുറത്തേക്ക് ഒരു നേതാവും വേണ്ട എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ തീരുമാനത്തിലൂടെ ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും കെ സുധാകരൻ എന്ത് നിലപാട് പറയും എന്നുള്ളത് വളരെ ആകാംക്ഷയോടുകൂടി കേരളം ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ്. നേരത്തെ ഷിനിത് സൂചിപ്പിച്ചതുപോലെ കെ സുധാകരൻ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരാൾ എന്നുള്ളൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചു എന്നുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വാർത്തയായിരുന്നു. പക്ഷേ അത് കെ സുധാകരൻ ക്യാമ്പ് പാടെ നിഷേധിക്കുന്നുണ്ട്. കെ സുധാകരൻ തന്നെ മത്സരിക്കണം എന്ന് പറയുന്ന സ്ഥലത്ത് മറ്റൊരു സ്ഥാനാർത്ഥികളുടെ പേര് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് കെ സുധാകരൻ അനുകൂലികൾ പറയുന്നത്. പക്ഷേ കെ സുധാകരൻ ഇല്ലെങ്കിൽ മറ്റു പേരുകൾ എന്ന് പറയുന്നത്, ഒന്ന് മുൻ മന്ത്രി എൻ രാമകൃഷ്ണന്റെ മകൾ അമൃത രാമകൃഷ്ണന്റെ പേരായിരുന്നു, റിജിൽ മാക്കുറ്റിയുടെ പേരായിരുന്നു, മുഹമ്മദ് ഷമ്മാസിന്റെ പേരായിരുന്നു. ഈ പേരുകളൊക്കെ തന്നെ സജീവമായി ചർച്ചയിൽ കെ സുധാകരൻ ഇല്ലെങ്കിൽ ഈ പേരിൽ ഒരാൾ വരും എന്നുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. പക്ഷേ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ ഒന്നാം പേരുകാരനായി തുടക്കം മുതൽ, അതായത് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ച ആരംഭിച്ചത് മുതൽ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ മുന്നിൽ, കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നിൽ ഒറ്റ പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് അഡ്വക്കേറ്റ് ടി ഒ മോഹന്റെ പേരാണ്. സാമുദായിക സമവാക്യങ്ങൾ ബാലൻസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസിൽ. അങ്ങനെ ഒരു ബാലൻസിംഗ് നടത്തിയാണ് കെ പി സാജുവിനെ തലശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. അങ്ങനെ കെ പി സാജു തലശ്ശേരിയിൽ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി കണ്ണൂരിൽ ടി ഒ മോഹൻ തന്നെ സ്ഥാനാർത്ഥിയാകും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു. കാരണം സാമുദായിക പരിഗണനയൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ബാലൻസിങ് അവിടെ നടത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നപ്പോൾ തന്നെ കണ്ണൂരിൽ ടി ഒ മോഹൻ സ്ഥാനാർത്ഥിയാകാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞിരുന്നു. അത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി സ്ക്രീനിംഗ് കമ്മിറ്റി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായി. ഇനി കെ സുധാകരൻ എന്തു പറയും എന്നുള്ളത് വലിയ ചർച്ചയിൽ നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഷിനിത്. മനോജ്, ഈ കണ്ണൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കെ സുധാകരൻ്റെ അനുയായികൾ പന്തം കൊളുത്തി പ്രകടനം നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കെ സുധാകരൻ്റെ അനുയായികളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ഇത് ഏവരും ഉറ്റുനോക്കുന്ന ഒരു വിഷയം തന്നെയാണ്. കോൺഗ്രസ് നേതൃത്വവും വളരെ ശ്രദ്ധയോട് വീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കെ സുധാകരനും കെ സുധാകരന്റെ അനുയായികളും ഈ തെരഞ്ഞെടുപ്പിൽ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത്. പക്ഷേ പിണറായി സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ദൗത്യമാണ് തനിക്ക് എന്ന് എപ്പോഴും പറയുന്ന കെ സുധാകരൻ മറിച്ച് ഒരു തീരുമാനം ഏതെങ്കിലും തരത്തിൽ എടുക്കുമോ? അങ്ങനെ എടുത്താൽ അത് പാർട്ടിക്ക് പുറത്തു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കെ സുധാകരൻ അനുയായികളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കെ സുധാകരൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ അണികൾ വ്യക്തമാക്കുന്നത്. കേസ് ബ്രിഗേഡ് എന്ന ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. അവരാണ് കഴിഞ്ഞ ദിവസം പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. ഈ പന്തം കൊളുത്തി പ്രകടനം നടത്തിയതും ഒരു പ്രകോപനം ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ ഒരു വിലയിരുത്തൽ വരുന്നുണ്ട്. പന്തം കൊളുത്തി പ്രകടനം ഒക്കെ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് നേതൃത്വം വളരെ ആ ദൃശ്യങ്ങളടക്കം അവർ കണ്ടതാണ്. അതിലെ മുദ്രാവാക്യം വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കുന്നതായിരുന്നു. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെ ചെറ്റ എന്നുവരെ വിളിച്ചുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യം അതിൽ ഉയർന്നിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കെ സുധാകരൻ
സുധാകരന് തന്നെ തിരിച്ചടിയാകുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം എന്തായാലും KS അനുകൂലികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അവർ ഒന്നുകിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും പൂർണ്ണമായി നിഷ്ക്രിയമായി നിൽക്കുക അല്ലെങ്കിൽ വിട്ടുനിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഏവരും സംശയിക്കുന്നത്. പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് സുധാകരൻ ഒരിക്കലും കോൺഗ്രസിനെതിരായ ഒരു സമീപനം സ്വീകരിക്കില്ല എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് സുധാകരന്റെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്നു ഒരു ഘട്ടത്തിൽ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ. അപ്പോൾ ടി.ഒ. മോഹനും സുധാകരനും തമ്മിൽ ഒന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ആ പാർട്ടിയിലുള്ളൂ. അത്തരം കാര്യങ്ങളൊക്കെ അങ്ങനെ ചർച്ചയിലേക്ക്, അങ്ങനെ ഒരു സംസാരത്തിലേക്ക് പോകുമ്പോൾ മഞ്ഞുരുകും, ഒരു തരത്തിലുള്ള പ്രയാസവുമില്ലാതെ കണ്ണൂരിൽ ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തുന്നത്. സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത്, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജുമായി നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കട്ടെ, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കോൺഗ്രസിന്റെ UDFന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ ഒരു ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ടി.ഒ. മോഹനുമായി അടുത്ത വൃത്തങ്ങളൊക്കെ പറയുന്നത്. അദ്ദേഹവുമായി നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു തരത്തിലുള്ള അറിയിപ്പും ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടില്ല എന്നാണ് അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സ്ഥാനാർത്ഥിയാകുമെന്ന ഒരു പ്രതീക്ഷ അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ ചെയ്യുന്നുമുണ്ടായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമായി നിന്നിരുന്ന കണ്ണൂർ സീറ്റിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് വരുമ്പോൾ സുധാകരനും സുധാകരന്റെ അനുയായികളും ഇനി എന്ത് പറയും, എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് ആകാംക്ഷ തന്നെയാണ്. അതാണ് കണ്ണൂരിന്റെ രാഷ്ട്രീയത്തെ ഇനി അങ്ങോട്ട് ചർച്ചയാകാൻ പോകുന്നതും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചിന്നിത്ത്.